ഹലോ, അപ്പൊ ഇന്നിനെ നമ്മൾ എടുക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററിൽ തന്നെ 3ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നേരത്തെ 2 ക്ലാസ് കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നിന് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ്. ബുദ്ധനും മറ്റു ആചാര്യന്മാരും അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നത് സംവാദങ്ങളിലൂടെയും ചർച്ചയിലൂടെയും ആയിരുന്നു. സ്ത്രീകള്, പുരുഷന്മാർ, കുട്ടികൾ ഇവരെല്ലാം തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ശേഷം അവർ കേട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊന്നും ആരും എഴുതി വെച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വൈശാലിയിൽ വെച്ച് മുതിർന്ന സന്യാസിമാരുടെ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി. അതിൽ വെച്ചിട്ട് ബുദ്ധമത തത്വങ്ങൾ ക്രോഡീകരിച്ചു എന്നാണ് പറയുന്നത്. ഇതിനെ ത്രിപീഡകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബുദ്ധ തത്വങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളതിനെ പറയുന്നതാണ് ത്രിപീഡകങ്ങൾ. ഈ ത്രിപീഡകങ്ങളിൽ 3 എണ്ണമുണ്ട്. 1 വിനയപീഡക, 2 സുത്തപീഡക, 3 അഭിധമ്മ പീഡക. ഇനി എന്താണ് വിനയപീഡകത്തിലുള്ളത്? അതായത് സംഘത്തിലെ അനുയായികൾ പാലിക്കേണ്ട നിയമങ്ങളാണ് വിനയപീഡകത്തിൽ. ഇനി 2ാമത്തെ സുത്തപീഡക എന്ന് പറയുമ്പോൾ അതിലെ ബുദ്ധമത തത്വങ്ങളാണ്. 3ാമത്തത് അഭിധമ്മ പീഡക എന്ന് പറഞ്ഞു. അതില് ദാർശനിക കാഴ്ചപ്പാടുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതാണ് 3 കുട്ടകൾ. ത്രിപീഡകങ്ങൾ എന്ന് പറഞ്ഞാല് ബുദ്ധമത തത്വങ്ങളൊക്കെ അല്ലെങ്കിൽ പലതരം ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള കുട്ടകളെയാണ് നമ്മൾ ത്രിപീഡകങ്ങൾ എന്ന് പറയുന്നത്. അവ 3 എണ്ണമാണ്: വിനയപീഡക, സുത്തപീഡക, അഭിധമ്മ പീഡക. ഇനി ഓരോ പീഡകത്തിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഹീനയാനം, മഹായാനം. ഈ 2 ടോപ്പിക്കാണ്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ബുദ്ധമതം എസ്സേ ആയിട്ട് ചോദിക്കും. അതല്ലാതെ ഹീനയാനം, മഹായാനം എന്നിങ്ങനെ വേറെയും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഹീനയാനവും മഹായാനവും. കനിഷ്കന്റെ ഭരണകാലത്ത് കാശ്മീരിൽ വെച്ചാണ് ബുദ്ധമതത്തിന്റെ 4ാം സമ്മേളനം നടന്നത്. അപ്പൊ 4ാമത്തെ ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചിട്ട് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ബുദ്ധമതം 2ആയിട്ട് പിളരുകയും ചെയ്തു. അതിലൊന്നാണ് ഹീനയാനം, 2ാമത്തത് മഹായാനം. ഇനി ഹീനയാനത്തിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ, ഹീനയാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചെറിയ വാഹനം അല്ലെങ്കിൽ ചെറിയ ചക്രം എന്നാണ്. അവര് പഴയ പാരമ്പര്യത്തിൽ വിശ്വസിച്ചു. അതായത് ബുദ്ധമതത്തിന്റെ മൗലിക തത്വങ്ങൾ അതുപോലെ പിന്തുടർന്നു പോന്നു. അതുപോലെ അവർ ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന പാലി ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അവർ പഴയ അതേ തത്വങ്ങൾ പിന്തുടർന്ന് പോകുന്നു ബുദ്ധമതത്തിന്റെ. അവരെയാണ് ഹീനയാനക്കാരെന്ന് പറയുന്നത്. ഇനി മഹായാനം, മഹായാനക്കാർ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം വലിയ വാഹനം എന്നാണ്. അവര് ബുദ്ധമതത്തിലേക്ക് പുതിയ തത്വങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. ബുദ്ധമതത്തിലേക്ക് പുതിയ തത്വങ്ങൾ അവര് കൂട്ടിച്ചേർത്തു. ബുദ്ധന്റെയും ബോധിസത്വന്റെയും വിഗ്രഹങ്ങൾ അവർ ആരാധിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ബുദ്ധനെ ഒരു രക്ഷകനായിട്ട് അവര് കണ്ടു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ പോലെയാണ് ബുദ്ധനെ ആരാധിച്ചിരുന്നത്. മോക്ഷത്തിനും മാർഗദർശനത്തിനും വേണ്ടിയിട്ട് അവര് ബുദ്ധന്റെ വിഗ്രഹങ്ങള് ആരാധിച്ചു. അങ്ങനെ ഭക്തി ചിന്ത എന്ന് പറയുന്നത് മഹായാനക്കാരുടെ മുഖ്യ സവിശേഷതയായിട്ട് മാറി. അതുപോലെ തന്നെ അവര് ഈ ഒരു മഹായാനം ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് സംസ്കൃത ഭാഷയാണ്. നേരത്തെ ഉപയോഗിച്ചിരുന്നത് പാലി ഭാഷയാണ്. എന്നാൽ മഹായാനക്കാര് ഇതിനു വേണ്ടിയിട്ട് സംസ്കൃത ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ഹീനയാനവും മഹായാനവും. ബുദ്ധമതം 2ആയിട്ട് പിളർന്നതാണ്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്.